അജി ഇവളെ വീട്ടുകാരെയും കൂടെ വിളിക്ക്. കാര്യം അംബികെ അംബികെ ഒന്നിട്ട് വന്ന് കമ്പിളിയുടെ നാത്തൂനോ? ഹലോ ഹലോ, നിങ്ങളുടെ മോൾ ഇവിടെ വെള്ളം ഒടിച്ചിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാളും പെട്ടെന്ന് വരണം. എന്താ? അല്ല, വെള്ളം ഒടിച്ച പ്രശ്നം. അതെ, ഒന്ന് നിർത്തി പറയൂ. നിങ്ങളുടെ മകള് മദ്യപിച്ച് ഇവിടെ ലേശം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വന്നിട്ട് പറയാം. അവരെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അവരടിച്ചിരിക്കണോ? അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായ? ഹലോ, എടി നീ അറിഞ്ഞാ? എന്തറിഞ്ഞാന്ന്? എടി നമ്മുടെ ആരോമലില്ലേ, ആരോമലിന്റെ പെണ്ണ് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര വിഷയമെന്ന്. കല്യാണ പെണ്ണാ? അയ്യോ, എന്നിട്ട്? നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഓക്കെ എന്നാ വെച്ചോ. അല്ല, വെക്കല്ലേ. പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ 10 പേരെടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഇനി അടുത്താരാ? സീഡ് സുധ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരോട് അറിയും. അല്ലേ വേണ്ട, ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളൂ. പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ, വാളം വെച്ചു. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോ വോയിസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ? മോര് ആർക്കാ? അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറിയിട്ടില്ല. നീ എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇത്ര ചോദിച്ചു. ശരി പറയും. 2 രൂപ ചോദിച്ചു. എന്താ നിന്റെ കുഞ്ഞമ്മര മോനില്ലേ ഒരു വീട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത്. ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം. മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് വെച്ചെടുത്താ? കൈ വിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ വിറച്ച് ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയത് എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ബാ ഓയാ ഉണ്ണി, ഞാൻ വരാറായോ? വരാറായിട്ടില്ല. വരാറാകുമ്പോ ഞാൻ പറയാം ട്ടാ. ഊട്ടിയിലാ പോയെ? എങ്ങാണ്ട് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കുക. ടൂർ പോയാ അങ്ങനെ ഞങ്ങള് പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ നടന്ന് ആ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയിൽ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ചവിട്ടി. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. വേറെ ഒന്നുമല്ല, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. അപ്പം അമ്പിളിക്ക് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ആണോ? എനിക്ക് നാണം തന്നെ. അമ്പിളിക്ക് വരുന്നുണ്ടോ? നൈസ് സ്മൈൽ. എന്റെ മോളെ നീ കുറെ നേരമായല്ലോ ചവിട്ടാൻ തുടങ്ങിട്ട്. ഉണ്ടായ കാര്യം പറ. ബോട്ട് ചവിട്ടി പുഴയുടെ നടുക്ക് ചെന്നപ്പോ അല്ല ഞാൻ ചോദിച്ചു, ചെന്നപ്പോ അവരെനിക്ക് തന്നു. എന്ത്? ഊട്ടിപ്പൂവാ? അതെന്ത് പൂ? ഹെലിക്രിസം പ്രാക്ടീറ്റാ. എന്റെ ദൈവമേ. ആരോലെ നീ അവളെ റൂമിലേക്ക് കൊണ്ടുപോയേ. അവള് കുറച്ചു നേരം കടന്ന് ഉറങ്ങട്ടെ. ബാവളി, നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം. ഒരു കുപ്പി എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊള്ളാൻ കൊണ്ട് നടക്കണം മനുഷ്യൻ. ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് ഓർക്കട്ടെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ. ശരി. പത്ര കണ്ണു കൊടുത്തേ. ഇനി കുഴപ്പമില്ല. ഞാൻ കണ്ണു കൊടുത്തേ. അമ്മ ഞാൻ
അമ്മാവ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുക. അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ ലോചനാണ് കൊടുത്ത നിങ്ങളാണ് ലോചനാണ് കൊടുത്ത ആരാണ് ലോചനാണ് കൊടുത്ത നീയാണ് കൊടുത്ത എന്തൊരു നാട്ടോ. മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല അല്ല എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല. എന്തെങ്കിലും അമ്മാവ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ തന്നെ കൊച്ചു വിഷമിച്ചിരിക്കുകയാണ് വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ എല്ലായിടത്തും തണ്ടി നടന്നോ? അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ എന്തായി? ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്കേ ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു, മോൾ അത് അറിയാതെ എടുത്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? ശരിയാവുന്നു. എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ? എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്? ആരാ നീ? കൊണ്ടുപോവാ കറക്റ്റ് ടൈമിൽ ഷെൽഫ് എടുക്കണല്ലോ. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അളിയച്ചല്ലേ? അതെ എല്ലാവരും കേൾക്കാൻ പറയാം. ഇവിടെ കെട്ടിക്കൊണ്ട് നേട്ടം മണിക്കൂർ എത്രയേ ഉള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ കൊച്ചിനെ ഉടുപ്പിച്ചെടുത്തില്ലേ? നമ്മളെ കുടിപ്പിച്ചതല്ല, അവളാണ്ട് മാറി കുടിച്ചതാ. ഓഹോ അങ്ങനെ ആയിരുന്നല്ലേ? കേട്ടില്ല എല്ലാവരും? മാറിക്കുടിച്ചാന്ന്. എങ്ങനെ മാറിക്കുടിച്ചു? അതാ മാറ്റി കൊടുത്തതോ? എന്താ മിണ്ടാത്ത പുട്ടിപ്പോ? പറയാത്തതാ മിണ്ടാത്ത പുട്ടിപ്പോ? ചേട്ടാ ചേട്ടാ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ അങ്ങോട്ട് മാറി നേടിയെന്നോ? ഇവിടെ മൊത്തം കുടിയന്മാരാ, ഫുൾ കുടിയന്മാരാ. കള്ളും കുടിച്ച് കുടുംബത്തിൽ കയറിയെന്ന് അനാവശ്യം പറയരുത്. ഓ ഞാൻ പറയുന്ന അനാവശ്യം.